ഹലോ. അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളതേ നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്ത് വാങ്ങിച്ച ഒരു പാത്രത്തിൻ്റെ റിവ്യൂ പറയാനാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ബെർഗനറിൻ്റെ പാത്രമാണ്. അപ്പം അതിൻ്റെ അകത്ത് രണ്ടെണ്ണമാണ് കേട്ടോ വരുന്നത്. അപ്പോൾ രണ്ടും പാത്രം കാരണം നമുക്ക് ഇൻഡക്ഷൻ കുക്കറിലൊക്കെ വെക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ഗ്യാസിൻ്റെ ഷോർട്ടേജ് വന്നപ്പോഴാണ് കേട്ടോ നമ്മളിത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ആക്കിയത്. അപ്പോൾ അടിയൊക്കെ നല്ല കട്ടിയുള്ള പാത്രമാണ്, അതുപോലെ തന്നെ അടിയിലൊന്നും പിടിക്കത്തില്ല. പിന്നെ ഈ ഒരു രണ്ട് പാത്രങ്ങൾ വരുന്ന ഒന്ന് നമ്മുടെ ചീനച്ചട്ടിയായിട്ടും ഒന്ന് ഫ്രൈ പാൻ കണക്കാണ് കേട്ടോ വരുന്നത്. അപ്പം ചീനച്ചട്ടി കറികളൊക്കെ വെക്കാനായിട്ട് പറ്റും. അത്യാവശ്യം ഒരു 4 പേരൊക്കെ ഉള്ള വീട്ടിൽ നമുക്ക് നല്ലൊരു കറി വെക്കാനായിട്ടുള്ള വലിപ്പമുണ്ട്. ഇതാണ് നമ്മുടെ ഫ്രൈ പാൻ. ഫ്രൈ പാൻ അത്യാവശ്യം നല്ല വലിപ്പം വരുന്നതാണ്. അത് നല്ല ഇതാണ് കേട്ടോ. പക്ഷേ ഇത്തിരി എണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കണം, കാരണം അടിയിൽ പൊരിക്കുക വല്ലതും ചെയ്യുവാണെങ്കിൽ നമുക്ക് അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അല്ലാതെ നമ്മൾ കറിയൊക്കെ സാധാരണ സ്റ്റീൽ പാത്രത്തിൽ വെക്കുമ്പോൾ പെട്ടെന്ന് അടിയിൽ പിടിക്കുന്ന കണക്ക് പിടിക്കത്തില്ല. പിന്നെ ഇതാ ഈ ഒരു അടപ്പ് വരുന്നുണ്ട്. ഈ രണ്ട് പാത്രങ്ങൾക്കും ഈ അടപ്പ് കണക്കാണ് കേട്ടോ. അപ്പം നല്ല രണ്ട് പാത്രങ്ങളാണ്, നമുക്ക് യൂസ്ഫുൾ ആണ്. ഒരു 1300 താഴെയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത്. കാരണം നല്ല വെയിറ്റുള്ള പാത്രങ്ങളാണ്, നമുക്ക് വർത്താണ് മേടിച്ച് കഴിഞ്ഞാലും. നമ്മളിപ്പോൾ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറേ നാളായിട്ടോ. അപ്പം ഞാൻ കുറേ നാൾ യൂസ് ചെയ്തതിന് ശേഷമാണ് ഈ റിവ്യൂ ഇടുന്നത്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാവേ. അപ്പോൾ ശരി, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാവേ. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.